വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 21, 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അധികാരം. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവന്റെ സമീപിച്ചു ചോദിച്ചു, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്തിലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തധികാരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളോടും ഞാൻ പറയുന്നില്ല. സുതാര്യത എപ്പോൾ, എങ്ങനെ, എവിടെ? സുതാര്യത ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ട ഒരു സുഹൃതമാണ് എന്നിരിക്കെ തന്നെ ചിലപ്പോൾ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടും സുതാര്യത കാണിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് വേണം വിചാരിക്കാൻ. യേശു തന്റെ ദൗത്യ നിർവഹണത്തിൽ ഊന്നിക്കൊണ്ട് ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം യേശുവിന്റെ പഠനത്തിലെ അതൃപ്തിയും വിരോധവും തോന്നിയിരുന്ന ഫരിസേരിൽപ്പെട്ട ഒരു ചെറു സംഘം യേശുവിനെ സമീപിക്കുന്നു. യേശുവായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ ഉള്ള ഒരുക്കമാണ് അവരുടേത്. യേശു അതിനു മുമ്പ് ദേവാലയത്തിലെ വ്യാപാരങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വളരെ കർശനമായ ചില നടപടികളും എടുക്കാനും ഇടവന്നിട്ടുള്ളത് ഇവരെ തീർത്തും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇവർക്ക് യേശുവിനോട് വിരോധം തോന്നാൻ പോലും ഇടവന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം ഇവർ ഇപ്പോ യേശുവിനെ സമീപിച്ചുകൊണ്ട് ഒരു ചോദ്യം തൊടുത്തുവിടുക. ആ ചോദ്യം ഇതായിരുന്നു, താങ്കൾ എന്ത് അധികാരത്താലാണ് ദേവാലയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനിടവരുന്നത്? അതിനുള്ള ഉത്തരം ഒരു ശുദ്ധ മനുഷ്യൻ എന്ന രീതിയിലുള്ള സുതാര്യത കാണിക്കുകയല്ല യേശു അവിടെ ചെയ്തത്. യേശു ആ സമയത്ത് വളരെ ബോധപൂർവം യുക്തിഭദ്രമായ രീതിയിൽ ധീരോദാത്തമായ നിലപാടുകൾ എടുക്കുന്നതായിട്ടാണ് നാം കാണുക. യേശു അവരോട് സുതാര്യമായിട്ട് പെരുമാറുന്നതിന് പകരം സുതാര്യത എപ്പോ വേണം, എങ്ങനെ വേണം, എവിടെ വേണം എന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ പോലും ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ ഒരു മറുചോദ്യത്തോടു കൂടിയാണ് യേശു രംഗപ്രവേശം ചെയ്യുന്നത്. ആ മറുചോദ്യത്തിന് അവരുടെ ഭാഗത്തുനിന്ന് എന്തുമാത്രം സുതാര്യതയോടുകൂടി പ്രതികരിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ തന്റെ ഭാഗത്തുനിന്നുള്ള സുതാര്യതയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നുള്ള ബോധ്യമാണ് യേശുവിന്റെ ആ പ്രവർത്തന ശൈലിയുടെ പശ്ചാത്തലം. യേശുവിന്റെ മറുചോദ്യത്തിന് അവർ ഒരിക്കലും സുതാര്യമായിട്ട് നിഷ്കളങ്കമായിട്ട് മറുപടി പറയാൻ തയ്യാറില്ല. അവരുടെ കൗശലവും വക്രതയും വളരെ പ്രകടമായ രീതിയിൽ അവരുടെ ഉത്തരത്തിൽ നിഴലിക്കുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അറിവിന്റെ അജ്ഞതയല്ല, അജ്ഞത നടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അത് വക്രതയാണ്, അത് കൗശലമാണ്. ഈ കൗശലത്തിനും വക്രതയ്ക്കും ഒരു തരത്തിലും അടിയറവ് പറയാൻ യേശു തയ്യാറില്ല. അങ്ങനെ അടിയറവ് പറയാൻ തയ്യാറില്ലാതെ ധീരോദാത്തമായിട്ട് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് നമുക്ക് തരുന്ന ഒരു സന്ദേശം, സുതാര്യത ജീവിതത്തിൽ ഉടനീളം കാണിക്കേണ്ടതുണ്ട്, അത് ഒരു സുഹൃതമാണ് എന്ന് നമ്മൾ സമ്മതിക്കെ തന്നെ ശുദ്ധമനസ്കരായിട്ട് ശുദ്ധന്മാരെ പോലെ
നാം ഭോഷന്മാരായിട്ട് തീരാൻ ഇടവരാവുന്ന സുതാര്യത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ പോലും തത്വത്തിന്റെ അടിസ്ഥാനത്തില്, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തില് ചിലപ്പോൾ നിലകൊള്ളേണ്ടത് വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് വേണം ഇന്നത്തേത് നാം മനസ്സിലാക്കാൻ.